പുള്ളി അത് എടുത്തോണ്ട് പോക്കറ്റിൽ ഇട്ടോണ്ട് പോയി. ആ പോയ വഴി ആ സാധനം പോയി. റീച്ചിന് വേണ്ടിട്ട് നമുക്ക് പറ്റിയ ഒരു അബദ്ധം, നമുക്ക് വന്നൊരു നഷ്ടത്തെ കുറിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് എന്ത് റീച്ച് കിട്ടാണ്? നമ്മളെ ആൾക്കാർ വിലയിരുത്തിയല്ലോ, ഇവൻ ഇത്ര പൊട്ടനാണെന്ന് ചിന്തിക്കല്ലോ. മോളുടെ കല്യാണം നടത്താൻ എടുത്തു വെച്ചിരുന്ന പൈസയായിരുന്നു ഒരു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നമുക്ക് പറ്റിയ കുറച്ച് കാര്യങ്ങൾ, ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ചിട്ട്. അപ്പോൾ അതിൽ സത്യം പറഞ്ഞാൽ വീഡിയോ ഇടുമ്പോൾ പോലും ഇത്രയധികം റെസ്പോൺസ് കിട്ടുമെന്നുള്ളതൊന്നും ഞങ്ങൾ പ്രതീക്ഷയില്ല. കമൻറ്റ് ബോക്സ് പെട്ടെന്ന് ഇങ്ങനെ കമൻ്റൊക്കെ വരുന്നുണ്ടപ്പോഴത്തേക്കും ശരിക്കും ഞെട്ടിപ്പോയിട്ടാ. നിധിക്കുട്ടി ബാക്കിലുണ്ടാകും. പിന്നെ ഒരുപാട് പേർക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഞങ്ങളും വീഡിയോയിൽ പറഞ്ഞതാണ്. 200 സംതിങ് കമന്റ് ഇപ്പൊ തന്നെ വന്നിട്ടുണ്ട്. അതില് ഒരു 80% കമന്റും ഇത് അനുഭവസ്ഥര് തന്നെയാണ്. അപ്പൊ അവർക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റും കുറച്ച് കൂടുതലായിട്ട്. പിന്നെ അതില് കുറെ സംശയം പോലെ കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനൊരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ വന്നിട്ടുള്ളത്. ആദ്യത്തെ ഒരു സംഭവം എന്താന്ന് വെച്ചാൽ നമ്മുടെ ബോട്ട് സർവീസിനെ കുറിച്ചിട്ടായിരുന്നു. അതിലാണോ ഈ ചതി പറ്റിയെന്നുള്ളത് ഒരിക്കലല്ല, നമ്മൾ ദുബായിലത്തെ കാര്യമാണ്, അത് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടായിരിക്കും. അതെ അതെ, ബോട്ട് സർവീസിന്റെ പിന്നിൽ വേറൊരു കഥയുണ്ട്. നമ്മള് ആദ്യത്തെ ബസ് എടുത്തില്ലേ, ബന്ദർക്ക കാഞ്ഞങ്ങാട്, അതെടുത്തപ്പോ തന്നെ നമുക്കൊരു ടൂറിസ്റ്റ് ബസ് എടുക്കണം, ഒരു ടൂറിസ്റ്റ് ബസ് ഒരു ലൈൻ ബസ്സും വേണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അതിനോടൊപ്പമാണ് ഈ ബോട്ട് സർവീസ് ആകുമ്പോൾ, ബോട്ടും കൂടെ ഉണ്ടാകുമ്പോൾ നമുക്കത് കണക്ട് ചെയ്തിട്ട് ഒരു പാക്കേജ് പോലെ എടുത്ത് അങ്ങനെ പോവാന്ന് വിചാരിച്ച് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് രണ്ടാമത്തെ ലൈൻ ബസ് എടുത്തത്. അല്ലെങ്കിൽ ആ രണ്ടാമത്തെ ലൈൻ ബസ്സിന് പകരം ടൂറിസ്റ്റ് ബസ്സായിരുന്നു നമ്മൾ എടുക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ രണ്ടാമത്തെയും കൂടെ എടുത്ത് മൊത്തത്തിൽ നമ്മളൊന്ന് ജാമായില്ലേ. ബോട്ട് സർവീസ് അങ്ങനെ കണക്ട് ചെയ്ത അവരുമായിട്ട് അത്ര നല്ല വർഷത്തെ പരിചയമുള്ള ആൾക്കാരാണ്. ഏറ്റവും നമ്മൾ ജീവിതത്തിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ആൾക്കാർ തന്നെയാണ് നിലവിൽ അവർ. അവരൊന്നും വലിയൊരു എമൗണ്ട്, അങ്ങനെ കൂടുതൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടൊന്നുള്ള ബിസിനസ്സൊന്നും അല്ല അത്. അവർ തന്നെയാണ് മൃഗീയ എമൗണ്ട് അവരുടെ ഭാഗത്തു നിന്നാണ് ഉള്ളത്. അത്രയും നിങ്ങൾക്ക് അറിയാമല്ലോ ബോട്ടിൻ്റെ റേറ്റ് എത്രയാണ്, അതിൻ്റെ കാര്യങ്ങൾ എത്രയാണ്. അത് എന്നോടുള്ള പേഴ്സണൽ ബന്ധം വെച്ച് തന്നെയാണ് നമ്മളത് നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. പിന്നെ അത്രയും നല്ല, കാരണം എന്നും പോകാൻ പറ്റാത്തൊരു വിഷമം മാത്രമേ ഉള്ളൂ. എന്നും വിളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. കാരണം അവർക്ക് ഈ ഇഷ്യൂസ് ഒക്കെ അറിയുന്നുണ്ട്. അവരെന്നെ കൂടെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കിയതാണ്. പിന്നെ ഒരു പേര് പറഞ്ഞു ദീപക്കേട്ടൻ. ദീപക്കേട്ടൻ നമ്മുടെ വീഡിയോയിൽ വന്നിട്ടില്ല ആളൊന്നും. ഈ പറഞ്ഞ ആളൊന്നും നമ്മുടെ വീഡിയോയിൽ ഇന്ന് വരെ ഒരു വീഡിയോയിലും നമ്മുടെ വീഡിയോയിൽ ഇല്ലാത്ത ആൾ തന്നെയാണ് എന്റെ ഓർമ്മയിൽ. ഇല്ല, നമ്മളായിട്ട് ഒരു ഹായ് പോലും വീഡിയോയിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ദീപക്കേട്ടനൊക്കെ നമ്മുടെ ഈ ഒരു തകർച്ചയിൽ ഉണ്ടായിരുന്ന സമയത്ത് അത്രയും കൂടെ നിന്ന് അല്ലേ? അതെ അതെ, ദീപക്കേട്ടൻ ഞാൻ പറഞ്ഞില്ലേ, 2 പേര് എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഫണ്ട് കൊടുക്കാൻ പോകുമ്പോ മറ്റേ ലൈസൻസ് സൈൻ ചെയ്യാൻ പോകുന്ന സമയത്ത് 2 പേരുണ്ടായിരുന്നു പറഞ്ഞു. അതിലൊരാളാണ് ദീപക്കേട്ടൻ. അപ്പോൾ ദീപക്കേട്ടനും എന്നോട് പറഞ്ഞാണ്. അദ്ദേഹത്തിന് ഇഷ്ടപ്പെടില്ലായിരിക്കും ചിലപ്പോൾ ഞാനിത് പറഞ്ഞാൽ. അദ്ദേഹം പറഞ്ഞായിരുന്നല്ല, ഈ വേറൊന്നും കൊണ്ടല്ല, വേറെ എന്തെങ്കിലും ചിന്തിച്ചാൽ പോലെടാ ഇത് വേണോന്ന് എന്നോട് ചോദിച്ചാണ് ദീപക്കേട്ടൻ. അതായത് കുറച്ച് പേരെ എതിർത്തു എന്ന് പറഞ്ഞില്ല, ആ കൂട്ടത്തിലുള്ള ഒരാളാണ് ദീപക്കേട്ടൻ ആണ്. ഏട്ടനാണ്. ഞാൻ ഫാമിലിയിൽ 2-3 തവണ പോയി. ഒന്ന് അച്ഛൻ മരിച്ചപ്പോൾ പോയി, പിന്നെ അല്ലാതെ നമ്മുടെ വേറൊരു കേസ് ഉണ്ടായിരുന്നു, അങ്ങനെ പോയി. പിന്നെ ഞങ്ങൾ ഫാമിലി ആയിട്ട് വന്നു. 3 തവണ ഞാൻ വീട്ടിൽ പോയിട്ടുണ്ട്. ദീപക്കേട്ടൻ പാലക്കാടാണ് വീട്. ഇപ്പം അദ്ദേഹം ദുബായിൽ നിർത്തി നാട്ടിൽ തന്നെ സെറ്റിലായി നിൽക്കുകയാണ്. പിന്നെ അത് നമ്മുടെ കൂട്ടത്തിലുള്ള ആരും അല്ലടാ, നമ്മുടെ കൂട്ടത്തിൽ വീഡിയോസിൽ വന്ന ആരുമല്ല. പിന്നെ കുറെ പേര് എന്താണ് കൊണ്ടോട്ടിക്കാരനാണ്, മലപ്പുറംകാരനാണ്, ജില്ല ഞാൻ പറയുന്നില്ല. കാസർഗോഡുകാരനല്ല, പിന്നെ കാസർഗോഡുകാരനല്ല, മലപ്പുറം ഒന്നും അല്ല കേട്ടോ. പിന്നെ ജില്ല ഒന്നും അങ്ങനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഒരു ജില്ലക്കാര് മൊത്തം അങ്ങനെയുള്ളവരാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ. പിന്നെ ഒരുത്തും ചോദിച്ചു കാസർഗോഡ് അപമാനം, കാസർഗോഡുകാരെന്താണോ, കാസർഗോഡുകാരെന്താ ആരും പറ്റിക്കപ്പെട്ടിട്ടില്ല. ഞാന് ഏറ്റവും കൂടുതൽ ബ്രില്യൻ്റ് ആയിട്ട് കണ്ട ഒരു മനുഷ്യനുണ്ട്, ഭയങ്കര ബ്രില്യൻ്റ് ആ മനുഷ്യന്റെ ഞാൻ ഈയിടെ ഫ്ലാറ്റിൽ പോയി. ദുബായിലുണ്ടാകുമ്പോൾ എന്നെ വിളിച്ചിട്ട് ഞാൻ ഫ്ലാറ്റിൽ പോയി. ഫ്ലാറ്റിൽ പോയിട്ടാകുമ്പോ 2.5 കോടി ഉണ്ട് മറ്റേ പുള്ളിനെ പറ്റിച്ചിട്ടുള്ളത്. 2.5 കോടി. അത്രയും ബ്രില്യൻ്റ് കാസർഗോഡ് തനി കാസർഗോഡുകാരൻ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അതെല്ലാം പറ്റിപ്പോവും. മനുഷ്യന്മാരല്ലേ, നമ്മൾ ചിലതിൽ പെട്ടുപോകും. അങ്ങേർക്കും ഇതുവരെ ഇന്ന് കരകയറി വരാൻ പറ്റിയിട്ടൊന്നുമില്ല. അപ്പോൾ ആ മനുഷ്യനും അതേപോലെ ഭയങ്കര ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. അത്രയും ബ്രില്യൻ്റ് ആയിട്ടെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്ന ആളാണ്. പിന്നെ അത് പിന്നെ വേറെന്തൊരു സംശയം ചോദിച്ചാലോ, കുറെ പേരുടെ പേരൊക്കെ പറഞ്ഞ് ഇന്ന ആൾക്കാരാണ്, അതൊന്നും അല്ല കേട്ടോ, അതൊന്നല്ല. ആ പേരിലൊന്നും ഇല്ല. നിങ്ങൾക്ക് എങ്ങനെ അറിയില്ല ആ വ്യക്തി അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവോ അല്ലെങ്കിൽ അങ്ങനെയില്ല നമ്മുടെ വീഡിയോസിലോ അങ്ങനെ ഒന്നും. നിങ്ങൾക്കുമായിട്ട് ഒരു ടച്ചും വരില്ല.
കാരണം അവന്റെ കസ്റ്റമേഴ്സ് പോലും വിദേശികളാണ്, രാജ്യക്കാരല്ല, ഇന്ത്യക്കാർ പോലും അല്ല, എല്ലാം വിദേശ കസ്റ്റമർ തന്നെയാണ് ഉള്ളത്. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ പോലീസിൽ കേസ് കൊടുത്തുകൂടായിരുന്നോ? അല്ല അതിനു മുമ്പ് മറ്റെന്തോ ഇത് പറയുന്നില്ല, യൂട്യൂബ് മണി ആകുമ്പോ അങ്ങനെ യൂട്യൂബ് മണി എങ്ങനെയാ നമ്മള് ഒരു കാര്യം കൂടി, ഇത് റീച്ചിന് വേണ്ടിട്ട് പറയണയാണോ എന്ന് ചോദിച്ചൊരു 2 കമന്റ് ഉണ്ടായിരുന്നു. റീച്ചിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് ഈ കേരളത്തിൽ നിന്ന് എത്ര കാര്യം ചർച്ച ചെയ്തിട്ട് റീച്ച് ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് എന്താ അറിയില്ല. എന്താ നമുക്ക് ഈ ഡെയിലി നടക്കുന്ന ഇപ്പൊ ഈ റിയാക്ഷൻ ചാനലുകാരൊക്കെ ഇല്ല, അവര് ഒന്ന് എടുത്തു നോക്ക്, ഒരു ദിവസം തന്നെ 3, 4, 5 വീഡിയോ ഇടുന്ന ആൾക്കാരുണ്ട്. അതുപോലെ നമുക്കും ചെയ്യാം. എടാ റീച്ചിന് വേണ്ടിട്ട് നമുക്ക് പറ്റിയ ഒരു അബദ്ധം, നമുക്ക് വന്നൊരു നഷ്ടത്തെ കുറിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് എന്ത് റീച്ച് കിട്ടാണ്, നമ്മളെ ആൾക്കാർ വിലയിരുത്തിയല്ലേ ഉള്ളൂ, ഇവൻ ഇത്ര പൊട്ടനാണോന്ന് ചിന്തിക്കല്ലേ ഉള്ളൂ. ഇത് ഞാൻ ഇങ്ങനെ ഒരു സാഹചര്യം വന്നു, പിന്നെ ഇങ്ങനെ ഒരു വിഷമം ഉള്ളിലുണ്ട്, ഒരുപാട് ആരെങ്കിലും നേരിടുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ കമന്റ് ബോക്സിൽ വന്ന് 2 മറുപടി പറയുമ്പോൾ അവർക്ക് പോലും ചിലപ്പോൾ നമ്മുടെ അവസ്ഥ ചിലപ്പോൾ ചിലർ ആശ്വസിക്കുന്നുണ്ടാവും, അവർക്ക് പോലും വന്നല്ലോ ഇങ്ങനെ ഒരു അവസ്ഥ എന്ന് വിചാരിക്കുന്നവരുണ്ടാവും ഈ കൂട്ടത്തിലെ. അത് മാത്രല്ല, ഈ വീഡിയോ കണ്ടിട്ട് എന്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു, അവളുടെ ഹസ്ബൻഡിന് ഇതുപോലെ പറ്റിയെന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ഒരു ചേച്ചി എനിക്ക് ഇൻസ്റ്റയില് വോയിസ് അയച്ചു, അത് നിങ്ങൾ കേൾപ്പിച്ചില്ല, മറന്നുപോയത്. ഞാൻ ഇന്നലെ ഹോസ്പിറ്റലിലായിരുന്നു, ഇൻസ്റ്റയില് മെസ്സേജ് അയച്ചു. അപ്പൊ ആ ചേച്ചി എന്നോട് ചോദിച്ചത്, ഇന്ന സ്ഥലത്തുള്ള ആളാണോ, ഞങ്ങൾക്ക് ഇന്ന ആളാണ് ഞങ്ങളെ പറ്റിച്ചത്. ഈ പറഞ്ഞ പോലെ അയാള് അത്ര വലിയ പ്രശ്നക്കാരനൊന്നുമല്ല, പക്ഷെ ആ ചേച്ചിയുടെ മോളുടെ കല്യാണം നടത്താൻ എടുത്തു വെച്ചിരുന്ന പൈസയായിരുന്നു അവര് കൊടുത്തത്. ഒരുപാടുള്ള അനുഭവം കേട്ടു, ഒരുപാടുള്ള അനുഭവം ഇതിൽ. പിന്നെ എന്നെ കുറെ പേര് വിളിക്കുകയും ചെയ്തു, ഹർഷയൊക്കെ വിളിച്ചായിരുന്നു, ഓരോ നിന്നെ പറ്റിച്ചോടാ പോട്ടാന്ന്. പിന്നെ എനിക്ക് ആശ്വാസമായി, ഇട്ടത് കൊണ്ട് എനിക്ക് മെന്റലി ഞാൻ കുറച്ച്, എനിക്ക് ഇത്രയും ആളുടെ പ്രാർത്ഥന കിട്ടിയില്ല. ധാരാളം പൈസ ഇന്ന് വരും നാളെ പോവും, അതൊക്കെ പിന്നെ പോട്ടെ, വന്നത് വരട്ടെ, പോയത് പോട്ടെ, അല്ലാതെ പിന്നെ അതിലൊന്നും കഥയില്ല. പക്ഷെ ഈ ഒരു സ്നേഹം കിട്ടൂലല്ലോ, ഇത് നമ്മൾ എത്ര പൈസ കൊടുത്താലും കിട്ടാത്ത സാധനമല്ല. പൈസ കൊടുത്താൽ കിട്ടാത്ത എൻ്റെ അത്രയും സ്നേഹം ആ കമന്റ് ബോക്സിലൂടെ കാണാൻ പറ്റും, ധാരാളം മതി. അത്രയും എന്നെ ഞങ്ങളെ ഈ വീഡിയോയിലൂടെ കണ്ട മാത്രം പരിചയമില്ല ആൾക്കാരല്ലേ, അപ്പൊ നിങ്ങൾ ഒരു പക്ഷെ നമ്മളോട് ഈ ഒരു അറ്റാച്ച്മെന്റ് കാണിക്കുന്നത് നമ്മുടെ ഉള്ളറിഞ്ഞിട്ട് തന്നെയല്ലേ, ധാരാളം നമുക്ക് ഇത് കണക്ട് ചെയ്ത് കിട്ടും. നമുക്ക് കമന്റ് ബോക്സ് വായിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ള നമ്മളെ അത്ര അറിയുന്ന ഒരാൾ പറയുന്ന പോലെയുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് മാനസികമായിട്ട് നമുക്കൊരു സന്തോഷം ഉണ്ടാവും. അപ്പോൾ അതിപ്പോൾ സന്തോഷം അത് മതിയെന്ന് മനസ്സിലാക്കുന്ന 10 പേര് കൂടെ ഉണ്ടെങ്കിൽ തന്നെ ധാരാളം അല്ലേ. നമ്മളിത് കേസ് ആളുടെ പേര് പറഞ്ഞിട്ട് പബ്ലിക്കായിട്ട് വലിച്ചഴിച്ചിട്ടൊന്നുമില്ല, ഇങ്ങനെ ഒരു ഇൻസിഡന്റ് സംഭവിച്ചു പറഞ്ഞു, ഓക്കെ. പിന്നെ വേറെന്താ, യൂട്യൂബ് മണി ആണെങ്കിലും പോകുന്ന നമുക്ക് പറയാൻ പറ്റില്ല. യൂട്യൂബിലും കഷ്ടപ്പെട്ട് തന്നെ ആൾക്കാർ സമയം മെനക്കെടുത്ത് അവരെ കഴിവ് കൊണ്ട് അവരെ വാക്കുകൾ കൊണ്ട് നമ്മുടെ വിലയേറിയ സമയം അവരുടെ വാക്കുകൾ കേട്ടിരിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, അത് അവരുടെ കഴിവ് തന്നെയാണ്, അങ്ങനെ അംഗീകരിച്ച് കൊടുക്കണം. പിന്നെ യൂട്യൂബ് മണിയാന്ന് എഴുതിയിട്ട് പോകണമെന്നോ, അങ്ങനെ നമുക്ക് ഈ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കുന്ന പൈസയിൽ ബഹുഭൂരിപക്ഷം പൈസയും നമ്മൾ പല വഴിക്കും, ഇപ്പോൾ ബിസിനസ് ആണെങ്കിൽ തെറ്റുന്നല്ല, ബിസിനസ് നമ്മൾ 10 രൂപയുടെ സാധനം 100 രൂപയ്ക്ക് വിൽക്കുന്നവരുണ്ട്, 50 രൂപയ്ക്ക് വിൽക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ആക്കിയാലും നമ്മൾ ഒരു തരത്തിൽ എല്ലാവരും ജീവിതമാർഗം തന്നെയല്ലേ. ഇപ്പോൾ മാർക്കറ്റിൽ നിന്ന് ഒരു ബോക്സ് മീൻ എടുത്തിട്ട് നമ്മൾ ആ മാർക്കറ്റിൽ നിന്ന് എടുത്ത പ്രൈസിലാണ് നമ്മൾ കസ്റ്റമറിന് കൊടുക്കുക, അല്ല നമ്മുടെ അതിൽ നിന്ന് കുറച്ച് പ്ലസ് ബിസിനസ് അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അതുപോലെ ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് സോഷ്യൽ മീഡിയ. പിന്നെ നമ്മുടെ ഒരു സമൂഹത്തിന്റെ ഇടയിൽ, നമ്മുടെ ഒരു സമുദായത്തിൽ ഇതൊരു കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണെന്നുള്ളത് സത്യം തന്നെയാണ്. ചുമ്മാ ഇരുന്നാൽ നമുക്ക് ഇതിന് പൈസ തരില്ലല്ലോ, അത് അവര് നമ്മളൊരു എഫേർട്ട് ഇട്ടാൽ മാത്രമാണ്. അത് പോട്ടെ, യൂട്യൂബ് പൈസ ആയതുകൊണ്ട് പോയി തന്നെ സമ്മതിച്ചൊന്ന് കൂട്ടിക്കോ. എന്നാലും അതല്ലാതെ എത്രയോ പേര് കഷ്ടപ്പെട്ട പൈസ പോയിട്ടുണ്ട്. അവരെല്ലാരും യൂട്യൂബിന്റെ ആൾക്കാരാണ്, അവരൊക്കെ സ്വന്തം കെട്ടുതാലി അടക്കം വിറ്റിട്ട് സ്ഥലം വിറ്റിട്ട് അവരെ അപ്പം എന്തെങ്കിലും മകനോ വേണ്ടി കൊടുത്തതിൽ നിന്ന്, അവർ ഇത്രകാലം ജോലി ചെയ്തതിൽ നിന്ന് പല മാർഗത്തിൽ നിന്ന് ലോൺ എടുത്തിട്ടുള്ളത്, അത് ഇത് എങ്ങനെയൊക്കെ അവർക്ക് പൈസ നഷ്ടപ്പെട്ട ആൾക്കാർ ലക്ഷങ്ങള്. എന്റെ ഒരു ഫ്രണ്ട് വിളിച്ചു എന്ന് പറഞ്ഞില്ലേക്കാ, അപ്പൊ അവള് പറയാണ് അവളുടെ താലിമാലയുടെ, നമ്മുടെ താലിയില്ലേ ലോക്കറ്റ്, ലവ് ചിഹ്നത്തിലുള്ള, അത് ഇവളുടെ മാല എങ്ങാണ്ട് പൊട്ടിയിരിക്കും എന്തോ ആയിരുന്നു. അല്ല ഈ സംഭവം, ഈ താലി എന്തോ പൊട്ടിയിരിക്കുമായിരുന്നു. അപ്പൊ അത് ഇവള് എന്ത് ചെയ്തെന്ന് വെച്ചാല് ഹസ്ബൻഡിന്റെ വീട്ടില് ഇതുപോലെ അലമാരിക്കകത്ത് ഒരു പെട്ടിക്കകത്ത് സൂക്ഷിച്ചു വെച്ച് പൂട്ടി എല്ലാം ഇട്ടിട്ട് ഇവളുടെ വീട്ടിൽ നിൽക്കാൻ പോയി. അപ്പൊ ഈ ഹസ്ബൻഡ് ഇത് നന്നാക്കാൻ വേണ്ടിയിട്ട് ഇത് എവിടെയാന്ന് ചോദിച്ചു വിളിച്ചു. അപ്പൊ ഇവള് ഈ സംഭവം പറഞ്ഞു, ഇന്ന സ്ഥലത്താന്ന് പറഞ്ഞു കൊടുത്തു. പുള്ളി അത് എടുത്തോണ്ട് പോക്കറ്റിൽ ഇട്ടോണ്ട് പോയി. ആ പോയ വഴി ആ സാധനം പോയി. അത് പോകാനുള്ളത് തന്നെയായിരുന്നു, കാരണം അലമാരിക്കകത്ത് അത്രയും സൂക്ഷിച്ച് വെച്ച സാധനം അത് പോയി. കാരണം അല്ല അത് ആലോചിച്ചാ പോരെ, അപ്പൊ ബിസിനസ് ചെയ്തുണ്ടാക്കിയ പൈസക്ക് വാങ്ങിച്ചു കൊടുത്തത് യൂട്യൂബറല്ലായിരുന്നു. നഷ്ടപ്പെട്ടതിന്റെ കഥ അപ്പൊ അങ്ങനെ പോകാനുള്ള എങ്ങനെയായാലും പോവും, പറഞ്ഞിട്ട് കാര്യമില്ല.
അങ്ങനെ ഇപ്പോൾ ലോകത്ത് സമ്പാദിക്കുന്ന പലരും പല എന്തൊക്കെ മാർഗത്തിലൂടെ സമ്പാദിക്കുന്നവരുണ്ട് നമ്മുടെ മുമ്പിൽ സിനിമ അവരെ കഷ്ടപ്പെട്ടിട്ട് അങ്ങനെയാണെങ്കിൽ ഞാനതല്ല ഉദ്ദേശിച്ചത്. അല്ലാതെ MDMA പോലുള്ളതും അങ്ങനെ മോഷണം നടത്തിയതും പിന്നെ എത്ര ആള് നമ്മള് മുമ്പില് ഇപ്പൊ അതിനൊക്കെ ചിന്തിക്കാൻ പറ്റിയ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോ കടന്നു പോകുന്നത്. ആൾക്കാരെ പല രീതിയിലും പൈസ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് ചിന്തിക്കാൻ പറ്റുന്ന ഒരു സമയമാണിത് നമ്മുടെ മുമ്പിൽ വന്നു പെട്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടൊക്കെ കൂടിയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതൊക്കെ വിടുക. പിന്നെ വേറെ എന്താ വെച്ചാൽ പോലീസ് കേസിന്റെ പ്രശ്നം എന്താ വെച്ചാല്, നമുക്ക് ദുബായിൽ നിന്ന് സംഭവിച്ച ഒരു ഇൻസിഡന്റിനെ കുറിച്ച് നമ്മൾ ദുബായ് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യുന്നു. പാർട്ണർ ഞാനാണ്. ഇതേ കാര്യം അവന് ഇങ്ങോട്ട് ആരോപിക്കാം, ഞാൻ പൈസ മേടിച്ചു എന്ന് പറഞ്ഞിട്ട് ആരോപിക്കാം. ഇല്ല, എൻ്റെ കയ്യിൽ ഫോണിൽ തെളിവുണ്ട്, ശരി സമ്മതിച്ചു. എൻ്റെ ഫോണിൽ അവന് കൊടുത്തതിനും അവൻ അയച്ച മെസ്സേജിനും അവൻ തരാൻ ഉണ്ട് എന്ന് പറഞ്ഞ സമ്മതിച്ച പൈസ, അവൻ ബാക്കിയെല്ലാം ഓഫറിനും എല്ലാം ഫോണിൽ ആ ഫോൺ എന്നും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്, എൻ്റെ കയ്യിലുണ്ട് ആ സാധനം. അപ്പോൾ അത് വെച്ച് ഞാൻ കംപ്ലൈൻറ്റ് കൊടുക്കുന്നു. അവർക്ക് മനസ്സിലാവുന്നു ഇന്ന പോലെ ഇന്ന ആൾ കൊടുക്കാനല്ല. അവനോട് ചോദിക്കും നിനക്ക് എപ്പോൾ കൊടുക്കാൻ പറ്റും. അവൻ്റെ കയ്യിൽ എന്തെങ്കിലും പ്രോപ്പർട്ടി വേണ്ടേ നമുക്കിപ്പോൾ, ഒന്നിൽ വാഹനമായിട്ട് അല്ലെങ്കിൽ ഫ്ലാറ്റായിട്ട് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൽ ബാലൻസ് ആയിട്ട് എന്തെങ്കിലും വേണ്ടേ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റിയ. അങ്ങനെ പിടിച്ചെടുക്കാൻ അവൻ്റെ ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് തന്നെ ഇടപെട്ടിട്ട് നമുക്ക് അത്യാവശ്യം വാങ്ങിച്ചെടുക്കാമല്ലോ. ഇതൊന്നും കാണിക്കാനില്ലാതെ പൈസ ഇല്ല എന്ന് നമുക്കും ബോധ്യം വന്ന ഒരാളെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇനി വേറെ എവിടെയെങ്കിലും അക്കൗണ്ടിലിട്ട് വെട്ടിപ്പാക്കുന്നതാണോ ഒന്നും നമുക്കറിയില്ല. എന്നാൽ ഇതാണ് അതിന്റെ പ്രശ്നം. ഇതിപ്പോ കൂടിപ്പോയ ചെക്ക് കേസൊക്കെ ദുബായിൽ കെട്ട് കണക്കിനുണ്ട്. ചെക്ക് ബൗൺസ് ആവുന്ന റിട്ടേൺ വരുന്നെല്ലാം ഇഷ്ടംപോലെ ഉണ്ട്. അവര് തന്നെ മടുത്തിരിക്കുക അവിടെയൊക്കെ. ഇതൊക്കെ മടുത്തിരിക്കുക. ഇവിടെയും കാര്യമില്ല. ഇവിടെ ഇപ്പൊ എന്താ, ഇവിടെ നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഇവിടെ നടക്കുമല്ലോ എന്നൊരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിന്റെ കമന്റ് ബോക്സിൽ എനിക്ക് ഒരു വീഡിയോ അയച്ചു തരുമോ ചോദിച്ചാൽ ഞാൻ ഒരു വീഡിയോ ലിങ്ക് അയച്ചു തരാം. നമ്മുടെ നാട്ടിൽ തന്നെ കണ്ണൂർ ജില്ലയിൽ തന്നെ ഇപ്പോൾ 36 കോടിയുടെ, അത് അങ്ങനെ ആ നാട്ടിൽ അത്ര അറിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പുറത്തേക്ക് അങ്ങനെ അധികം എത്തിയില്ല. 36 കോടി രൂപയാണ് 40 കേസാന്നുള്ളത്. 40 കേസ്. ഇത് UK വിസ തട്ടിപ്പ് എന്ന് പറഞ്ഞിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അറസ്റ്റ് ചെയ്ത ആള് ആയിട്ട് എനിക്ക് നല്ല പരിചയമുള്ള ഒരാളാണ്. അറസ്റ്റ് ചെയ്ത ആളായിട്ട് പരിചയമുണ്ട്. അവരുടെ ഭാഗത്തു നിന്നുള്ളത് അവരല്ല, വേറൊരാൾ വഴിയാണ് പൈസ ഇങ്ങനെ പോയത്. അക്കൗണ്ടിൽ ആ പുള്ളിയുടെ അക്കൗണ്ടിൽ 100-500 രൂപയേ ഉള്ളൂ. അത് ഇത് പത്രവാർത്തയിലുണ്ടായിരുന്നു. 500-1000 രൂപ ആ പുള്ളിയുടെ അക്കൗണ്ടിലുള്ളൂ പൈസ. 36 കോടി. ഇപ്പൊ എന്താ ഇനി കൂടി അങ്ങനെ നിയമത്തിന് ഞാൻ വെല്ലുവിളിക്കുന്നല്ല. ഇനിയിപ്പോ ഒരു കേസും കുൽമാലും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ കുറച്ച് വർഷങ്ങൾ അങ്ങനെ പോകും. എന്നാലും 36 കോടി തിരിച്ചു കിട്ടാൻ പോകുന്നു. എനിക്ക് അവർക്ക് കിട്ടട്ടെ എന്നാണ് പ്രാർത്ഥന. പക്ഷെ അതാണ് കേസും കാര്യങ്ങളും കൊടുത്തോണ്ട് അതിന്റെ അത്ര റിസൾട്ടേ വരാനുള്ളൂ. നമ്മൾ പരമാവധി ഇത്തരത്തിലുള്ള ഇതിൽ പെടാതിരിക്കുക എന്നതല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. അല്ല പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകും. അവരെ വായിലിരിക്കുന്നത് നമ്മളൊക്കെ, നീ എന്നാ പൊട്ടനാണോ, നീ ഇത്ര പൈസ കൊടുത്ത് എന്ത് ഇതിനാ, അത് കേൾക്കണം. ഇനി നമ്മൾ ഫുള്ള് തെളിവുണ്ട്, നമ്മൾ എഗ്രിമെന്റ് ചെയ്തിട്ട് എന്ത് തേങ്ങ ചെയ്തിട്ട് കൊടുത്താലും അവന്റെ കയ്യിൽ ഇല്ല എന്നാണ് പറയുന്നെങ്കിൽ എന്താണ് റീസൺ? ഉള്ളിലിടുമായിരിക്കും. അതിന് കാര്യമില്ലല്ലോ. അവൻ പറയും നീ കേസും കൊടുത്തില്ല, നീ വാങ്ങിക്കുന്നു പറയും. അതേ ഉള്ളൂ അർത്ഥം. ഈ കടം മേടിച്ചവരെ ആദ്യം കുറച്ച് സമാധാനത്തിൽ പറയും. രണ്ടാമത്തെ ഡയലോഗ് നീ ആക്കുന്ന പോലെ ആക്കിക്കോ. നമ്മുടെ കാസർഗോഡ് സ്റ്റൈലിൽ പറഞ്ഞാൽ നീ ആക്കുന്ന പോലെ ആക്കിക്കോ, പിന്നെ നിങ്ങൾക്ക് വാങ്ങിക്കുമെന്ന് പറയും. അത് എല്ലാവർക്കും പറയാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഡയലോഗാണ്. എല്ലാ കള്ളന്മാരും പറയുന്ന ഒരു ഡയലോഗാണ്. പിന്നെ അതിലൊന്നും കഥയില്ല. നമ്മളും കുറെ ആൾ പറഞ്ഞത് കേട്ടിരുന്ന് എനിക്ക് ഗതി വരില്ലായിരുന്നു. അതിനുശേഷം ആൾക്കാരുടെ ഒപ്പീനിയൻ എടുക്കുമ്പോൾ അവരും പറഞ്ഞു കാര്യമില്ലടാ. പിന്നെ ഫാമിലിയിൽ പോയിട്ട് ചോദിച്ചൂടെ അവരെന്ത് തെറ്റ് ചെയ്തു ഉണ്ടായിരുന്നു. അവരും നിത്യച്ചെലവിനായിട്ട് എന്തെങ്കിലും കൂലി വില ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണെന്നുള്ള കാര്യം എനിക്ക് നല്ല ബോധ്യമുണ്ട്. പിന്നെ ഞാൻ അവിടെ പോയിട്ട് നിങ്ങളുടെ മകൻ ഇങ്ങനെ പൈസ മേടിച്ചു അവരെ ഉമ്മാക്കെല്ലാം കുറച്ചൊരു സുഖമില്ലാത്തൊരു ആളാണ്, പ്രായമില്ല ആൾക്കാരാണ്. എന്തിന് ഞാനൊരു വിഷമം അവർക്കും കൂടെ വരുത്തി വെക്കുന്നത്? ഞാൻ അവരോട് ചോദിച്ചിട്ടല്ല പൈസ കൊടുത്തിന്. അവരെന്റെ മുഖത്ത് നോക്കിയിട്ട് ചോദിക്കുകയാണ് നീ ഞങ്ങളോട് ചോദിച്ചിട്ടാണ് പൈസ കൊടുത്തതെന്ന് ചോദിച്ചാൽ ഒന്നും പറയല്ല. എൻ്റെ ഉമ്മാനെ പോലത്തെ ഒരു ഉമ്മ തന്നെയല്ലേ. മക്കളെല്ലാ കാര്യങ്ങളും വീട്ടിൽ ഷെയർ ചെയ്യണമെന്നൊന്നും ഇല്ലല്ലോ. അല്ലെങ്കിൽ അവരും കൂടെ പറഞ്ഞു മോനെ കൊടുക്കും മോനെ, അങ്ങനെ പറഞ്ഞത് കിട്ടാത്ത കേസുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ കയ്യിലിരിക്കുന്ന സാധനം എടുത്തു കൊടുത്തിട്ട് അത് എന്ന് പോലും തിരിച്ചു തരാത്ത ആൾക്കാരും കേസുകളും നമ്മുടെ ജീവിതത്തിലുണ്ട്. ഒന്ന് സഹായിക്കണേ എന്ന് പറഞ്ഞിട്ട് ഒന്ന് റെഡി ആയി കഴിഞ്ഞാൽ തിരിച്ചു തരുമല്ലോ എന്ന് പറഞ്ഞിട്ട് കൊടുത്തത് പോലും തിരിച്ചു കിട്ടിയിട്ടില്ല. അതിനെക്കുറിച്ചൊരു എൻക്വയറി പോലും ഇല്ല. എന്ത് ചെയ്തു, എങ്ങനെ ഇതാക്കി എന്നുള്ള എൻക്വയറി പോലും ഇല്ലാത്ത ആൾക്കാരുണ്ട് നമുക്കിടയിൽ. പിന്നെ അങ്ങനെയുള്ളപ്പോൾ ഇവരോടെല്ലാം പോയിട്ട് എന്താ പറയണ്ടേ? അപ്പൊ എന്തായാലും ഇന്നിപ്പോ ഈ വീഡിയോ വരാനുള്ള കാരണം എന്താ വെച്ചാൽ ഒരുപാട് കമന്റിന് പിന്നെ വെറുതെ റിപ്ലൈ ഇതാക്കി തരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് റിപ്ലൈ ഇത് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഒരു ക്ലാരിറ്റി വേണമെന്ന് തോന്നി, അതുകൊണ്ടാണ് നമ്മളിപ്പം ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. സമയം പോലെ വരാം. അടുത്ത ദിവസങ്ങളിൽ തന്നെ വരും. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരുപാട് നല്ല നല്ല തീരുമാനങ്ങൾ ജീവിതത്തിലേക്ക് വന്ന്
ചേരുന്നുണ്ട്. എനിവേ നമുക്ക് എന്തായിട്ടും അതുമായിട്ട് വരാം. എന്തായാലും ഇതിന് നിങ്ങളുടെ കമൻറ്റിൽ നിങ്ങളുടെ അനുഭവങ്ങൾ കണ്ടപ്പോൾ സന്തോഷിച്ചു എന്നതല്ല കേട്ടോ അർത്ഥം. കാരണം നിങ്ങളുടെ അനുഭവങ്ങളും അതിനോടൊപ്പം നിങ്ങൾ പറഞ്ഞ വാക്കുകളൊക്കെ കേട്ടിട്ടാകുമ്പോൾ ഒരു ആശ്വാസമായി ഹൃദയത്തിൽ. അതൊരു വല്ലാത്ത ആശ്വാസം. നിങ്ങളുടെ എല്ലാവരുടെയും പ്രശ്നം ആ കമന്റ് ബോക്സിൽ ഒരുപാട് ഉള്ള പൈസ നഷ്ടപ്പെട്ടോ കമന്റിലൂടെ തന്നെ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച കുറെ ആൾക്കാരുണ്ട്. ഒരുപാട് സന്തോഷം. അതുപോലെ നിങ്ങളുടെ ഒക്കെ പ്രശ്നങ്ങളും തീരട്ടെ, പെട്ടെന്ന് തീരട്ടെ, എല്ലാ പ്രശ്നങ്ങളും തീർന്ന് എല്ലാവരും സമാധാനപരമായിട്ടൊരു ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് ഞങ്ങളും ആത്മാർത്ഥമായിട്ടാണ് കേട്ടോ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.